ഇടക്കൊച്ചി ക്രിക്കറ്റ് സ്റ്റേഡിയം സാക്ഷാത്കരിക്കണമെന്നാവശ്യപ്പെട്ട് കായിക സംഘടനകളുടെ മാരത്തൺ. സ്റ്റേഡിയം വേണമെന്നാവശ്യപ്പെട്ട് 10,000 പേർ ഒപ്പിട്ട നിവേദനം മേയർക്ക് കൈമാറി. എല്ലാ പിന്തുണയും നൽകുമെന്ന് മേയർ ഉറപ്പു നൽകി. കണ്ടൽക്കാടുകളുടെ പേരിൽ ഇല്ലാത്ത പരിസ്ഥിതി ആഘാത പ്രശ്നങ്ങൾ ഉണ്ടാക്കി സ്റ്റേഡിയം നിർമ്മാണം മുടക്കാനാണ് ഒരു കൂട്ടർ ശ്രമിക്കുന്നതെന്ന് ജനകീയ കൂട്ടായ്മ ആരോപിക്കുന്നു. ഇടക്കൊച്ചിയിലെ രാജ്യാന്തര സ്റ്റേഡിയം കൊച്ചിയുടെ വികസനത്തിന് അനിവാര്യമാണെന്നും ഇക്കാര്യത്തിൽ കൊച്ചി നിവാസികൾക്ക് എതിർപ്പില്ലെന്നും അധികൃതരെ അറിയിക്കുക എന്നതായിരുന്നു കൂട്ടയോട്ടത്തിന്റെ ലക്ഷ്യം. ജനഹിതം സ്വരൂപിച്ച് അധികൃതർക്ക് കൈമാറിയതോടെ ഒരു മനസ്സോടെ ഒരുമിച്ച് നിൽക്കുന്ന കൊച്ചിയെക്കുറിച്ച് അധികൃതർക്ക് മനസ്സിലാകുമെന്നാണ് പ്രതീക്ഷ. ഇടക്കൊച്ചിയുടെ മാത്രമല്ല കൊച്ചിയുടെ വികസനം കൂടി ഇതുവഴി സാധ്യമാകുമെന്നും കൂടുതൽ രാജ്യാന്തര മത്സരങ്ങൾക്ക് ഇവിടം വേദിയാക്കാൻ കഴിയുമെന്നും കായിക പ്രേമികൾ പറയുന്നു. പദ്ധതി പ്രദേശത്തു നിന്ന് തുടങ്ങിയ മാരത്തൺ മുൻ രഞ്ജി താരം ഫിറോസ് വി റഷീദാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇടക്കൊച്ചിയിൽ നിന്നും പള്ളുരുത്തി BOT പാലം വഴി നഗരത്തിലേക്കുള്ള പ്രയാണത്തിൽ കവലകൾ കേന്ദ്രീകരിച്ച് സ്വീകരണവും നിവേദനത്തിൽ ഒപ്പുശേഖരണവും. 10,000 പേരാണ് നിവേദനത്തിൽ ഒപ്പുവച്ചത്. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് പദ്ധതി വൈകിപ്പിക്കുന്നത് ഒഴിവാക്കാൻ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടാകണമെന്ന് നിവേദനം സ്വീകരിക്കവേ മേയർ പറഞ്ഞു. ഒപ്പം സ്റ്റേഡിയത്തിനായുള്ള ജനകീയ കൂട്ടായ്മയ്ക്ക് തന്റെ നേതൃത്വം ഉണ്ടാകുമെന്നും ഉറപ്പ്. ഇതിലൊരു രാഷ്ട്രീയമായ യാതൊരു കാരണങ്ങളും ഞങ്ങൾ കാണുന്നില്ല. എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ സംഘടനകളും ഇക്കാര്യത്തിൽ ഒരേ വികാരമാണ്. അത്തരം ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ഇതിൽ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ പോലെ ചില സാങ്കേതിക തടസ്സങ്ങളാണ്. ഏത് വികസന പദ്ധതി വരുമ്പോൾ അത്തരം തടസ്സങ്ങൾ വരാറുണ്ട്. അത് മറികടക്കുക എന്നുള്ളതാണ് ഭരണകൂടങ്ങൾ അനുവർത്തിക്കേണ്ട നയം. 36 സംഘടനകൾ പശ്ചിമ കൊച്ചി സന്നദ്ധ സംഘടനാ ഐക്യവേദി എന്ന പേരിൽ ഒത്തുചേർന്ന് സേവ് കൊച്ചി സ്റ്റേഡിയം എന്നെഴുതിയ പ്രത്യേക ജേഴ്സി അണിഞ്ഞാണ് കൂട്ടുകെട്ടം സംഘടിപ്പിച്ചത്. കണ്ടൽക്കാടുകളുടെ പേരിൽ ഇല്ലാത്ത പരിസ്ഥിതി ആഘാത പ്രശ്നങ്ങളുണ്ടാക്കി സ്റ്റേഡിയം നിർമ്മാണം മുടക്കാനാണ് ഒരു കൂട്ടർ ശ്രമിക്കുന്നതെന്നും ജനകീയ കൂട്ടായ്മ ആരോപിക്കുന്നു. മനോരമ